ഏ എന്താടി ഇങ്ങനെ തുറച്ചു നോക്കുന്നത്? നന്ദുവിന്റെ നോട്ടം കണ്ടത് മാനത്ത് അവളെ നോക്കിക്കൊണ്ട് ചോദിച്ചു. സത്യം പറയും നന്ദേട്ടാ, നന്ദേട്ടാ ഇത് നേരത്തെ അറിയാമായിരുന്നില്ലേ? എന്ത്? അവൾ ചോദിച്ചു കേട്ട് അവൻ നെറ്റിച്ചു വിളിച്ചു. ഹോം മിനിസ്റ്ററും ഇതിന്റെ പിന്നിലുണ്ടെന്ന കാര്യം അവൾ കണ്ണുകൾ കൂർപ്പിച്ചു വെച്ചുകൊണ്ട് ചോദിച്ചു. അതൊക്കെ അടുത്തും അവന്ന് ചിരിച്ചുകൊണ്ട് വീണ്ടും ടി വിയിലേക്ക് തന്നെ കണ്ണുകൾ നട്ടു. ആ പറയുന്നതേട്ടാ, ഏട്ടൻ അറിയാമായിരുന്നില്ലേ? അവൻ നോക്കുന്നില്ലെന്ന് കണ്ടതും അവൾ അവന്റെ കയ്യിൽ ചെറുതായിട്ട് നഖങ്ങളാടി. ആ എന്താടി നിനക്ക്? അവൻ കൈ കുടഞ്ഞുകൊണ്ട് ചോദിച്ചു. ഞാൻ ചോദിച്ചിന് എന്താ മറുപടി തരാത്തത്? എന്ത്? അവനൊന്നും അറിയാത്തതുപോലെ ചോദിച്ചതും അവൾ അവനെ നോക്കി പല്ല് കടിച്ചു. നന്ദേട്ടാ, ഇനി വെറുതെ ദേഷ്യം പിടിപ്പിക്കരുത്. മര്യാദയ്ക്ക് കാര്യം പറയുന്നുണ്ടോ? അവൾ ടെറർ മോഡ് ഓൺ ചെയ്തും അവൻ അവളുടെ കൈകളിൽ കൈ കോർത്ത് പിടിച്ചുകൊണ്ട് അവളെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അറിയാമായിരുന്നു. എങ്ങനെ? അമൻ സാർ പറഞ്ഞതാണോ? അവൻ പറഞ്ഞു കേട്ട് അവൾ അത്ഭുതത്തോടെ ചോദിച്ചു. അമൻ സാർ ഒരു സൂചന തന്നിരുന്നു, പക്ഷെ ഞാൻ അറിഞ്ഞത് മറ്റൊരു വഴിയിലൂടെയാണ്. ഏത് വഴി? അവൾ സംശയത്തോടെ ചോദിച്ചു. പ്രിയദർശിനി IPS. അവളുടെ നോട്ടം കണ്ടതും അവന് പുഞ്ചിരിച്ചുകൊണ്ട് അവളെ നോക്കി മറുപടി പറഞ്ഞു. പ്രിയദർശിനിയോ? അപ്പ ഏട്ടന് അവരെ നേരത്തെ അറിയാമായിരുന്നോ? ഏട്ടൻ അവരെ കണ്ടിട്ടുണ്ടായിരുന്നോ? അവൾ വിടർന്ന കണ്ണുകളോട് ചോദിച്ചതും അവനൊന്ന് മൂളി. എങ്ങനെയായിരുന്നു അവരെ പരിചയം? അവൾ വീണ്ടും ചോദിച്ചു. അങ്ങനെ ചോദിച്ചാൽ നേരിട്ട് പരിചയപ്പെട്ടത് അവർ ഈ കേസ് അന്വേഷണത്തിനായി ഇവിടെ വന്ന സമയത്ത് എന്നെ വന്ന് കണ്ടിരുന്നു. അങ്ങനെയാണ് പരിചയപ്പെട്ടത്. അവൻ പതിയെ പറഞ്ഞു. അതെന്തിനാ അവർ ഏട്ടനെ വന്ന് കണ്ടത്? അവൾ സംശയത്തോടെ ചോദിച്ചു. എടി പൊട്ടി, മുംബൈയിൽ വെച്ച് അവന്റെ പേരിലുണ്ടായ കേസിൽ നമ്മളും ഇൻവോൾവ് ആയിരുന്നല്ലോ. അപ്പം അതിനെക്കുറിച്ചുള്ള വിവരങ്ങളൊക്കെ അറിയാൻ അതാ അവർ എന്നെ വന്ന് കണ്ടത്. അവനവളുടെ തലയ്ക്കൊന്ന് കൊട്ടിക്കൊണ്ട് പറഞ്ഞു. പക്ഷേ ഏട്ടാ, മുംബൈയിലെ പ്രശ്നത്തിൽ നമ്മുടെ ആടെയും പേര് പുറത്തു വരാതെ അമൻ സാർ നോക്കിയതല്ലേ? പിന്നീട് അതിന്റെ പേരിൽ നമുക്കൊരു ഇഷ്യൂ വരാതിരിക്കാൻ അതാണ് നല്ലതെന്നല്ലേ സാറെന്ന് പറഞ്ഞത്? പിന്നെ എന്തിനാ ഇപ്പം നമ്മളിതിലേക്ക് പിടിച്ചിട്ടത്? അവൾ വീണ്ടും സംശയത്തോടെ ചോദിച്ചു. ഇതിന്റെ പേരിൽ നമുക്കൊരു പ്രശ്നവും ഉണ്ടാകില്ലെന്നതോ? നമ്മുടെ പേര് പോലും പുറത്തു വരാതെ രീതിയിൽ എല്ലാം പ്രിയ മാഡം നോക്കിക്കോളും. അതും അവർ എനിക്ക് ഉറപ്പ് തന്നിരുന്നു. അവൻ പറഞ്ഞതും അവളൊന്ന് മൂളി. അപ്പോ അമൻ സാർ ഈ വിവരങ്ങളെല്ലാം അറിഞ്ഞോ? എന്ത് ഓർത്തതുപോലെ അവൾ വീണ്ടും അവനെ നോക്കിക്കൊണ്ട് ചോദിച്ചു. പിന്നെ സാർ അറിയാതെ പ്രിയ മാഡം എല്ലാ കാര്യങ്ങളും സാറിനെ വിളിച്ചു അറിയിക്കുന്നുണ്ട്. അവൻ പറഞ്ഞുകൊണ്ട് വീണ്ടും ന്യൂസിലേക്ക് ശ്രദ്ധിച്ചു. അല്ലേട്ടാ, അവൾ വീണ്ടും എന്തോ ചോദിക്കാൻ തുടങ്ങിയതും അവൻ അവളെ നോക്കി ചുണ്ടിന് കുറുകെ കൈവച്ച് മിണ്ടരുതെന്ന് കാണിച്ചു. കുറെ നേരമായിട്ട് തുടങ്ങിയതാ അവളെ സംശയം. ഇനി ന്യൂസ് കഴിയാതെ നീ വായി തുറന്നാലുണ്ടല്ലോ. അവൻ ചൂടായതും അവൾ കൊച്ചുകുട്ടികളെ പോലെ ചുണ്ടു കുറിപ്പിച്ചുകൊണ്ട് തിരിഞ്ഞിരുന്നു. പിണങ്ങാതെ വേണേ, ആദ്യം ഞാൻ ഈ ന്യൂസ് ഒന്ന് കാണട്ടെ. അത് കഴിഞ്ഞ് നിന്റെ സംശയങ്ങൾക്കുള്ള എല്ലാ ഉത്തരവും തരാം, പോരെ? അവളെ പിണക്കം കണ്ടതും അവനൊരു പുഞ്ചിരിയോടെ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. അതിനൊന്ന് മൂളിക്കൊണ്ട് അവളും അവനോട് ചേർന്നിരുന്നു. മീറ്റിംഗ് ഹാളിൽ പ്രൊജക്റ്റിലൂടെ വീഡിയോ പ്ലേ ആയിക്കൊണ്ടിരുന്നു. എല്ലാവരുടെയും കണ്ണുകൾ അതിൽ തന്നെ തറഞ്ഞിരിക്കുകയായിരുന്നു. അന്നേ ദിവസം ആ ക്യാബിൽ നടന്നതൊക്കെയും അവിടെ കൺമുന്നിൽ എന്നതുപോലെ തെളിഞ്ഞു. പ്രിയദർശിനി ആ ക്യാബിൽ നിന്നും ഇറങ്ങിയതിന് തൊട്ടു പിന്നാലെ തന്നെ സഹീർ രാംദേവിനെയും പുറത്തേക്ക് പറഞ്ഞു വിട്ടു. ശേഷം അവൻ വെപ്രാളത്തോടെ ഫോൺ എടുത്ത് ആരെയോ വിളിക്കുന്നുണ്ട്. സാർ, അവർ ഓൺ ദി വേ ആണ്, അയാൾ ഫോണിലൂടെ പറയുന്നുണ്ട്. പിന്നെയും അവൻ അയാളോട് എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ട് ഫോൺ കട്ട് ചെയ്തു. ഏകദേശം 20 മിനിറ്റോളം കഴിഞ്ഞു പോയി. വീണ്ടും അവന്റെ ഫോണിലേക്ക് കോൾ വന്നു. ഡോർ ഓപ്പൺ ആണ് സാർ, കയറി വന്നോളൂ. അത്രമാത്രം പറഞ്ഞുകൊണ്ട് അവൻ ഫോൺ കട്ട് ചെയ്തു. ശേഷം ക്യാബിന്റെ ഡോർ തുറന്ന് തല മാത്രം പുറത്തേക്ക് ഇട്ടുകൊണ്ട് ചുറ്റിനും ഒന്ന് നോക്കി. ശേഷം വീണ്ടും അകത്തേക്ക് കയറി ക്യാബിൻ അകത്തു നിന്നും ലോക്ക് ചെയ്തു. എന്നിട്ട് ക്യാബിന് സൈഡിലായുള്ള വലിയൊരു ഷെൽഫ് ഇരുവശത്തേക്കുമായിട്ട് ഓപ്പൺ ചെയ്തു. അവിടെ ഒരു ലിഫ്റ്റ് പ്രത്യക്ഷപ്പെട്ടു. ആ ലിഫ്റ്റ് താഴത്തെ പാർക്കിംഗ് ഏരിയയിൽ നിന്നും വരുന്നതാണെന്ന് അവർ അത്ഭുതത്തോടെ ഓർത്തു. നിമിഷങ്ങൾക്കകം അത് ഓപ്പൺ ചെയ്തു. അതിൽ നിന്നും ബ്ലാക്ക് സൂട്ട് ധരിച്ചും തികച്ചും എക്സിക്യൂട്ടീവ് ലുക്കിൽ ഇറങ്ങി വരുന്ന ആഭ്യന്തരമന്ത്രി രാജേന്ദ്ര പ്രസാദിനെ എല്ലാവരും അത്ഭുതത്തോടെ നോക്കി. ഖദറിൽ മാത്രം കണ്ടിട്ടുള്ള അയാളെ ആവേശത്തിൽ ആദ്യമായി കാണുകയായിരുന്നു മറ്റുള്ളവർ. പറയൂ സഹീർ, വേറെ ആർത്തേ? ഓൺ ദി വേ ആണ് സാർ, ഇപ്പം എത്തും. അവൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ലിഫ്റ്റ് വീണ്ടും ഓപ്പണായി. അതിൽ നിന്ന് 3 വിദേശികൾ പുറത്തേക്ക് ഇറങ്ങി. രാജേന്ദ്ര പ്രസാദും സഹീറും കൂടെ അവരെ ഷെയ്ക്ക് ഹാൻഡ് നൽകി സ്വീകരിച്ചു. ശേഷം അവർ അവിടെ ഇരുന്നുകൊണ്ട് പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്യാൻ തുടങ്ങി. അതിൽ പ്രധാനം ഓർഗൻ ട്രാഫിക്കിങ്ങിനെ കുറിച്ച് തന്നെയായിരുന്നു. വരുന്ന ഒരു വർഷത്തിനുള്ളിൽ വിദേശികൾക്ക് ഓർഗൻ ഡൊണേറ്റ് ചെയ്യാനായി അവർ കണ്ടെത്തിയ റെയർ ഗ്രൂപ്പിൽപ്പെട്ട ആളുകളുടെ ലിസ്റ്റ് സഹീർ അവർക്ക് കൈമാറി. അപ്പോഴേക്കും ആ വിദേശികൾ ഒരു എഗ്രിമെന്റ് പേപ്പറും ഒരു സ്യൂട്ട് കേസ് നിറയെ പണവും അവിടെ മുന്നിലേക്ക് നീക്കി വെച്ചു. രാജേന്ദ്ര പ്രസാദ് അതൊന്ന് എടുത്ത് വായിച്ചു നോക്കിയ ശേഷം സൈൻ ചെയ്തു. തൊട്ടു പിന്നാലെ തന്നെ സഹീറും സൈൻ ചെയ്തുകൊണ്ട് ആ പണം അവർ കയ്യിലേക്ക് എടുത്തു. സഹീർ, വേർ ഇസ് ഷീ? മന്ത്രി ചോദിച്ചതും അവന് തലയാട്ടിക്കൊണ്ട് ആ പണം മന്ത്രി ഏൽപ്പിച്ചു.
ശേഷം ക്യാബിനകത്ത് തന്നെയുള്ള അവിടെ പ്രൈവറ്റ് റൂമിലേക്ക് കയറി. അല്പസമയത്തിന് ശേഷം അവൻ തിരികെ വരുമ്പോൾ അവൻ്റെ കയ്യിൽ പാതി മയക്കത്തിൽ അർദ്ധനഗ്നിയായി കിടക്കുന്ന ഒരു പെൺകുട്ടി കൂടി ഉണ്ടായിരുന്നു. അവളെ കണ്ടതും ആ വിദേശികളുടെ മുഖത്തൊരു ചിരി വിടർന്നു. അതിലൊരാൾ അവരുടെ അരികിലേക്ക് ചെന്ന് മുഖം മറിഞ്ഞു കിടക്കുന്ന അവളെ മുടി പിന്നിലേക്ക് ഒതുക്കി. മറിയ ഫിലിപ്പ്. പ്രൊജക്ടോടെ അത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവരുടെയും ചുണ്ടുകളും അവളുടെ നാമം ഒരുപോലെ ഉരുവിടും. ഷീസ് സോ ബ്യൂട്ടിഫുൾ. ആ വിദേശി പറഞ്ഞതും സഹീറും മന്ത്രിയും അയാളെ നോക്കി പുഞ്ചിരിച്ചു. വാട്ട്സ് ഹിയർ ബ്ലഡ് ഗ്രൂപ്പ്? ഓ നെഗറ്റീവ്. അയാൾ വീണ്ടും ചോദിച്ചതും അവൻ മറുപടി പറഞ്ഞു. വാവ്. അയാൾ അവൻ്റെ കയ്യിൽ നിന്നും അവളെ വലിച്ചു തന്നെ ദേഹത്തേക്കിട്ടു. സഹി ബേബി. അർത്ഥബോധാവസ്ഥയിൽ അവൾ സഹീൻ്റെ പേര് പുലമ്പിക്കൊണ്ടിരുന്നു. ക്രിസ്റ്റി, ദിസ് ഇസ് നോട്ട് റൈറ്റ് ടൈം. കം ലെറ്റ്സ് ഗോ. അവളുടെ വിടർന്ന ചുണ്ടിലേക്ക് ചുണ്ടുകൾ ചേർക്കാൻ തുടങ്ങിയ അയാളുടെ കൂടെ ഉണ്ടായിരുന്നവൻ പറഞ്ഞതും അയാളൊന്ന് തലയാട്ടിക്കൊണ്ട് അവളെയും തൂക്കിയെടുത്ത് തോളിലേക്ക് ഇട്ടുകൊണ്ട് ലിഫ്റ്റിനടുത്തേക്ക് നടന്നു. നിമിഷങ്ങൾക്കകം ലിഫ്റ്റ് ഓപ്പണായി. അവർ അതിനകത്തേക്ക് കയറിയതും തൊട്ടു പിന്നാലെ ആ പണം അടങ്ങിയ ഭാഗം കൊണ്ട് സഹീറും മന്ത്രിയും അവിടെ പിന്നാലെ കയറി. അവിടെ വെച്ച് വീഡിയോ ഓഫായതും പ്രിയർ ദീർഘശ്വാസം എടുത്തുകൊണ്ട് അവരെ എല്ലാവരെയും മാറി മാറി നോക്കി. അവിടെ ഇരുന്നവർ ഓരോരുത്തരും വീഡിയോയിൽ കണ്ട കാഴ്ചയിൽ ഞെട്ടിത്തരിച്ചിരിക്കുകയായിരുന്നു. മേഡം, അപ്പോൾ ഹോം മിനിസ്റ്ററും ഇതിൽ പ്രതിയാണോ? വീഡിയോ കണ്ടു കഴിഞ്ഞതും ഒരു മീഡിയ ചോദിച്ചു. ഇത്രയും കണ്ടു കഴിഞ്ഞിട്ടും നിങ്ങൾക്കത് മനസ്സിലായില്ലേ? അവർക്കുള്ള മറുപടി എന്നതുപോലെ പ്രിയദർശിനി ചോദിച്ചു. മേഡം, ഒരു ഡൗട്ട് ചോദിക്കട്ടെ? മേഡം ഈ കേസ് അന്വേഷണത്തിനായി കേരളത്തിലേക്ക് വന്നിട്ട് അത് ഹോം മിനിസ്റ്റർ അറിഞ്ഞിരുന്നില്ലേ? ഒരു IPS ഓഫീസർ ഡിപ്പാർട്ട്മെന്റിൽ ജോയിൻ ചെയ്യുമ്പോൾ ആഭ്യന്തര മന്ത്രി എന്ന നിലയിൽ അദ്ദേഹം മേഡത്തിനെ മനസ്സിലാക്കേണ്ടതായിരുന്നില്ലേ? ഒരു മീഡിയ പ്രവർത്തകൻ ചോദിച്ചതും അവൾ അയാളെ നോക്കി. ഞാനിവിടെ ജോയിൻ ചെയ്യുന്ന വിവരം ഡിപ്പാർട്ട്മെന്റിൽ ആരും തന്നെ അറിഞ്ഞിരുന്നില്ല. ഒരു ലേഡി ഓഫീസർ ജോയിൻ ചെയ്തെന്ന് മാത്രമേ ആഭ്യന്തര മന്ത്രി അടക്കമുള്ള എല്ലാ പോലീസ് ഓഫീസേഴ്സും അറിഞ്ഞിരുന്നുള്ളൂ. DIG സാറിന് മാത്രം എന്നെക്കുറിച്ചുള്ള വിവരങ്ങൾ അറിയാമായിരുന്നു. അത്രയ്ക്കും കോൺഫിഡൻഷ്യലായിരുന്നു ഞങ്ങളുടെ ഓരോ നീക്കങ്ങളും. ഒരു ചെറിയ പാഴ്ച പോലും ഉണ്ടാകാതെ ഇരിക്കാൻ ഞങ്ങൾ പരമാവധി ശ്രദ്ധിച്ചിരുന്നു. അവൾ പറഞ്ഞിട്ട് DIGയുടെ മുഖത്തേക്ക് നോക്കിയതും അയാൾ അവളെ അനുകൂലിച്ചുകൊണ്ട് തലയാട്ടി. ദുബായ് നഗരത്തിലെ ലക്ഷറി ഹോട്ടലുകളിൽ ഒന്നായ ബ്ലൂ മൗണ്ട് ഹോട്ടലിലെ 810 നമ്പർ സ്യൂട്ട് റൂമിൽ അർദ്ധനഗ്നിയായ ആ പെണ്ണുള്ളിലേക്ക് പടർന്നു കയറുമ്പോൾ അയാൾ ചുറ്റുമുള്ളവയെല്ലാം വിസ്മരിച്ചിരുന്നു. അവളുടെ മാദക സൗന്ദര്യം മാത്രം അയാളുടെ കൺമുന്നിൽ തെളിഞ്ഞുകൊണ്ടിരുന്നു. നിമിഷങ്ങൾ കടന്നു പോയതും അയാൾ ഒരു കിതപ്പോടെ അവളുടെ മാലയ്ക്ക് തളർന്നു വീണു. കിതപ്പൊന്ന് അടങ്ങിയതും അയാൾ ശ്വാസം ഒന്നെടുത്ത് വീട്ടുകൊണ്ട് ഹെഡ്ലൈറ്റിലേക്ക് ചാരിയിടും. ശേഷം ടേബിളിൽ നിന്ന് സിഗരറ്റ് എടുത്ത് ചുണ്ടിലേക്ക് വെച്ചൊന്ന് കത്തിച്ചു. ഒരു പഫ് എടുത്തുകൊണ്ട് അയാൾ തിരിഞ്ഞു നോക്കിയതും കമിഴ്ന്ന് കിടന്നുറങ്ങുന്നവളെ കണ്ട് അയാളുടെ ചുണ്ടിൽ പൂച്ചം തെളിഞ്ഞു. അയാൾ ആ സിഗരറ്റ് അവളെ അർദ്ധനഗ്ന മീനിൽ കുത്തിയിറക്കി. വേദനയോടെ അവൾ ചാടി എഴുന്നേറ്റുകൊണ്ട് അയാളെ തുറച്ചു നോക്കി. അത് കണ്ടതും അയാളൊന്ന് പൂച്ചിച്ചുകൊണ്ട് ഒരു പഫ് കൂടി എടുത്തുകൊണ്ട് അവളെ മുഖത്തേക്ക് ഊതി വിട്ടു. അവൾ അനിഷ്ടത്തോടെ മുഖം തിരിച്ചതും അയാൾ അവളുടെ കവളിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ നേരെ തിരിച്ചു. എന്താടി നിന്റെ മുഖത്തൊരു അവജ്ഞ? ഇത്രയും നേരം എൻ്റെ കൂടെ കിടന്ന് സുഖിച്ചപ്പോൾ ഈ അവജ്ഞ കണ്ടില്ലല്ലോ? പല്ലുകൾ ഞെരിച്ചുകൊണ്ട് അയാൾ ചോദിച്ചതും അവൾ പുച്ഛത്തോടെ അയാളുടെ കൈ തട്ടി മാറ്റി. എനിക്ക് പോണം, ഫെലിക്സ് വരാൻ നേരമായി. അയാൾ പറഞ്ഞത് പാടെ അവഗണിച്ചുകൊണ്ട് അവൾ അയാളെ നോക്കി പറഞ്ഞു. ശേഷം ബെഡിൽ നിന്നും എഴുന്നേറ്റതും അയാൾ അവളെ വീണ്ടും പിടിച്ച് ബെഡിലേക്ക് തന്നെ ഇട്ടിരുന്നു. വിട് പ്രസാദ്, ആരെങ്കിലും അറിഞ്ഞാൽ നാട്ടു കേസാണ്. കേരളത്തിലെ ആഭ്യന്തരമന്ത്രി ദുബായ് സന്ദർശനം എന്ന പേരും പറഞ്ഞു ദുബായിലെ നക്ഷത്ര ഹോട്ടൽ റൂം എടുത്ത് പഴയ കാമുകി മെറീന ഫിലിപ്സുമായിട്ട് വ്യഭിചരിക്കുകയാണെന്ന് നാട്ടിൽ പാട്ടാകും. അവൾ അയാളെ അകറ്റി മാറ്റാൻ ശ്രമിച്ചുകൊണ്ട് പുച്ഛത്തോടെ പറഞ്ഞു. അതൊക്കെ നിന്റെ തോന്നലാ മെറീന മോളെ. കക്കാൻ അറിയാമെങ്കിൽ ഈ രാജേന്ദ്ര പ്രസാദിനെ നിൽക്കാനും അറിയാം. അതുകൊണ്ട് തന്നെ വെറും ഒരു നമ്പർ ട്രാക്കിംഗ് തൊഴിലാളിയായ ദാമോദരൻ്റെ കൂലിത്തല്ലുകാരനായ മകൻ രാജേന്ദ്ര പ്രസാദ് ഇന്ന് കേരളം ഭരിക്കുന്ന ആഭ്യന്തര മന്ത്രിയായി മാറിയത്. അയാൾ പൊച്ചത്തോടെ പറഞ്ഞുകൊണ്ട് അവളെ പിന്നിലേക്ക് തള്ളി മാറ്റി. ശേഷം ബെഡിൽ നിന്ന് താഴേക്കിറങ്ങി നിലത്ത് കിടന്ന മുണ്ടെടുത്തു കൊടുത്തു. അവൾ അയാളെ നിന്ന് നോക്കിയ ശേഷം ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് വാഷ്റൂമിലേക്ക് കയറി. അവൾ പോകുന്ന വഴി നോക്കി അയാൾ ഒന്ന് പൂജിച്ചുകൊണ്ട് സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരുന്ന ഫോൺ എടുത്ത് ഓണാക്കി. ആ നിമിഷം അയാളുടെ ഫോണിലേക്ക് നിർത്താതെ കോളുകൾ വന്നു. അതോടൊപ്പം രാവിലെ മുതലുള്ള പലരുടെയും 100 കണക്കിന് മിസ് കോളുകളും. അയാൾ സംശയത്തോടെ ഒരു നിമിഷം അതിലേക്ക് നോക്കി നിന്നു. എന്തൊരാപത്ത് ശങ്ക അയാളിൽ ഉടലെടുത്തു. ശേഷം എന്തോ ആലോചിച്ചുകൊണ്ട് അയാൾ തൻ്റെ പിയുടെ നമ്പറിലേക്ക് ഡയൽ ചെയ്തു. ഹലോ, എന്താ മനോട് പ്രശ്നം? കോൾ എടുത്തതും അയാൾ സംശയത്തോടെ നെറ്റി ചൊടിച്ചുകൊണ്ട് ചോദിച്ചു. അപ്പോഴേക്കും മറുവശത്തു നിന്നും അയാളുടെ പി എന്തൊക്കെയോ പറയാൻ തുടങ്ങി. അയാൾ പറയുന്ന കേട്ടതും രാജേന്ദ്ര പ്രസാദിന്റെ ഭാവങ്ങൾ മാറാൻ തുടങ്ങി. മുഖമാകെ വിളറി വീഴ്ത്തു. തൊണ്ടക്കുഴി വറ്റി വരണ്ടു. ഹൈ ടെമ്പറേച്ചർ AC-യിലും അയാൾ വിയർത്തൊലിച്ചു. നോ. അയാൾ ഒരു അലർച്ചയോടെ തൻ്റെ ഫോൺ നിലത്തേക്ക് എറിഞ്ഞു. ശേഷം മോടിപ്പോയി റിമോട്ട് എടുത്ത് TV ഓൺ ചെയ്തു. അതിൽ കാണുന്ന വാർത്തകളിലേക്ക് കണ്ണുകൾ പതിഞ്ഞതും
അയാളെ ശ്വാസം ഒന്ന് ഉയർന്നു പൊങ്ങി. സഹീറിന്റെ ക്യാബിൽ വെച്ച് നടന്ന സകല കാര്യങ്ങളും ഓരോ ചാനലുകളും ബ്രേക്കിംഗ് ന്യൂസായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. വിദേശികളുമായി ഓർഗൻ ഡൊണേഷന്റെ എഗ്രിമെന്റ് താൻ സൈൻ ചെയ്യുന്നതും അതിന് പ്രതിഫലമായി കോടിക്കണക്കിന് രൂപയുടെ ഡോളറുകൾ താൻ കൈനീട്ടി വാങ്ങുന്നതും ഏറ്റവും ഒടുവിൽ മറിയം ഫിലിപ്പിനെയും കൊണ്ട് ആ വിദേശികളിലൊപ്പം പുറത്തേക്ക് പോകുന്നതും എല്ലാം മിനിറ്റുകൾ ഇടവിട്ട് മാറി മാറി കാണിച്ചുകൊണ്ടിരിക്കുന്നു. ചില ചാനലുകളിൽ ആഭ്യന്തരമന്ത്രിയുടെ വിളയാട്ടം എന്ന തലക്കെട്ടുകൂടിയാണ് വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത്. അയാൾ ഒരു നിമിഷം നെറ്റിയിൽ കൈ താങ്ങിക്കൊണ്ട് ബെഡിലേക്ക് ഇരുന്ന് പോയി. തൊട്ടടുത്ത വാഷ്റൂമിലും ഫ്രഷായി ഇറങ്ങിയ മെറീനയും എന്ത് ചെയ്യണമെന്നറിയാതെ പകപ്പോടെ ഒരു നിമിഷം നിന്നുപോയി. ഹോം മിനിസ്റ്ററാണ് ഇതിൻ്റെയൊക്കെ പിന്നിലെന്ന് നിങ്ങൾക്ക് ആദ്യമേ സംശയമുണ്ടായിരുന്നു മാഡം? ഒരു മീഡിയ പ്രവർത്തകൻ പ്രിയദർശിനിയോടായി ചോദിച്ചതും അവൾ അയാളെ നോക്കി. സംശയമുണ്ടായിരുന്നെന്ന് ചോദിച്ചാൽ പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഉൾപ്പെടെ നമ്മുടെ തലപ്പത്തിരിക്കുന്ന പല ഉന്നത ഉദ്യോഗസ്ഥന്മാരെയും സംശയമുണ്ടായിരുന്നു. പക്ഷെ വെറും ഒരു സംശയത്തിന്റെ പേരിൽ സമൂഹത്തിൽ നിലയും വിലയുമുള്ള ഉന്നത പദവിയിലിരിക്കുന്നവരുടെ നേരെ നമുക്ക് യാതൊരുവിധ മൂവ്മെന്റ്സും നടക്കില്ല. അതിനവർക്കെതിരെ ശക്തമായ തെളിവുകൾ തന്നെ വേണം. അതുകൊണ്ടാണ് സഹീനെതിരെ ഒന്നും തിരിയാൻ പോലും ഇത്രയും വൈകിയത്. പ്രിയദർശിനി പറഞ്ഞിട്ട് അവരെ നോക്കി. അവരെല്ലാം ആകാംക്ഷയോടെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അവളൊരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് വീണ്ടും പറഞ്ഞു തുടങ്ങി. ഇവിടെ വന്ന് കേസ് അന്വേഷണം ആരംഭിച്ചപ്പോൾ മുതൽ സഹീറിനെ കൊടുക്കുക എന്നതിനേക്കാൾ ഉപരി സഹീറിനെ സഹായിച്ച ആ പങ്കാളിയെ കണ്ടെത്തുകയായിരുന്നു എന്റെ ലക്ഷ്യം. കാരണം സഹീറിനെതിരെയുള്ള മുഴുവൻ തെളിവും എന്റെ കയ്യിൽ ഭദ്രമായിരുന്നു. പക്ഷെ ഉടനെ അവനെ അറസ്റ്റ് ചെയ്താൽ മറഞ്ഞു നിന്നിരിക്കുന്നവനെ പിന്നെ ഒരിക്കലും കണ്ടെത്താൻ സാധിക്കില്ല. അങ്ങനെ അയാളെക്കുറിച്ചുള്ള എന്തെങ്കിലും ഒരു തെളിവിന് വേണ്ടിയാണ് ഒരു സാധാ എംപ്ലോയിയായി ഞാൻ അവന്റെ കമ്പനിയിൽ കയറി കൂടിയത്. അതിലൂടെ കേരളത്തിൽ വന്ന ശേഷം ഇവിടെ അവൻ ചെയ്തു കൂട്ടിയതിന്റെ ഒക്കെയും തെളിവുകളും എന്റെ കയ്യിൽ കിട്ടി. സ്ത്രീ വിഷയത്തിൽ തൽപരനായിരുന്ന സഹീർ എനിക്കുള്ള ബലം നെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ അവിടെ ഓരോ ദിവസവും ജോലി ചെയ്തത്. ഒരു അവസരത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ്. അപ്പോഴാണ് കഴിഞ്ഞ ദിവസം ജോലി കഴിഞ്ഞ് ഞാൻ ഇറങ്ങാൻ നേരം ഞാൻ കംപ്ലീറ്റ് ചെയ്തു കൊടുത്ത കറക്ഷൻ ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് സഹീറിന്റെ PA രാംദേവ് എന്ന് എന്നെ വിളിക്കുന്നത്. അപ്പോഴേക്കും അതെനിക്കുള്ള പണിയാണെന്ന് മനസ്സിലാക്കിയതാ. പക്ഷെ അവിടെ അടുത്ത ലക്ഷ്യം സഹീറിന്റെ കൂട്ടാളി ഇത് രണ്ടും കണ്ടെത്തണം. അതിനുവേണ്ടി ഞാൻ അവരോടൊപ്പം പോന്നു. അപ്പോഴേ അതെനിക്കുള്ള പണിയാണെന്ന് മനസ്സിലായതാ. പക്ഷെ അവരുടെ അടുത്ത ലക്ഷ്യം സഹീറിന്റെ കൂട്ടാളി ഇത് രണ്ടും കണ്ടെത്തണം. അതിനുവേണ്ടി ഞാൻ അവരോടൊപ്പം ചെന്നു. ക്യാബിൽ കയറി ഏകദേശം 15 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും സഹീറിന് ഒരു കോൾ വന്നിരുന്നു. അതിനുശേഷം അയാൾ വല്ലാതെ പരിഭ്രമിക്കുന്നതും വിയർപ്പൊപ്പുന്നതും ഒക്കെ കണ്ടു. എന്നെ അവിടെ നിന്ന് ഒഴിവാക്കാൻ അയാൾ വളരെ വെപ്രാളപ്പെടുന്നുണ്ടായിരുന്നു. അതിൽ തന്നെ മനസ്സിലായി അയാൾക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾ കോളായിരുന്നു അതെന്ന്. പക്ഷെ അവസരത്തിൽ എനിക്കൊന്നും ചെയ്യാൻ സാധിക്കില്ലായിരുന്നു. അങ്ങനെയാണ് അയാൾ ക്യാബിൽ ഞാൻ അറിയാതെ ഒരു പെൻ ക്യാം സെറ്റ് ചെയ്തത്. പുറത്തിറങ്ങി അവിടെ ആരെങ്കിലും വരുന്നുണ്ടെന്ന് ഒരുപാട് സമയം ഞാൻ നിരീക്ഷിച്ചുകൊണ്ടിരുന്നു. പക്ഷെ സംശയത്തൊക്കെ വണ്ണം ആരും തന്നെ അവിടെ വരിക പോവുകയോ ചെയ്തിട്ടില്ല. പിന്നെ അത്രയും വെപ്രാളത്തോടെ അയാൾ എന്നെ അവിടെ നിന്ന് ഒഴിവാക്കാനുള്ള കാരണം എന്തായിരുന്നു? അതറിയണമെങ്കിൽ ആ പെൻ ക്യാം കയ്യിൽ കിട്ടണം. പിറ്റേ ദിവസം മറിയം ഫിലിപ്പിന്റെ കൊലപാതകം അന്വേഷിച്ച് അവന്റെ ഓഫീസിലേക്ക് ചെന്നപ്പോഴാണ് ഈ പെൻ ക്യാം എന്റെ കയ്യിൽ കിട്ടുന്നത്. അപ്പോൾ ഈ മറിയം ഫിലിപ്പ് സഹീറിന്റെ ഗേൾ ഫ്രണ്ട് ആയിരുന്നു പറഞ്ഞത്. അവൾ പറഞ്ഞു നിർത്തിയത് മറ്റൊരു മീഡിയ റിപ്പോർട്ടർ ചോദിച്ചു. അതിന് മറുപടിയായിട്ട് അവളൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, മറിയം ഫിലിപ്പ് എന്ന പെൺകുട്ടി ഇടുക്കിയിലെ ഒരു സാധാരണ ഒരു ക്രിസ്ത്യൻ കുടുംബത്തിൽ ജനിച്ചു വളർന്നവളാണ്. പക്ഷെ അവൾക്ക് ആഡംബര ജീവിതത്തിൽ വളരെയധികം കമ്പമുണ്ടായിരുന്നു. എന്നാൽ സാധാരണ ഒരു കൃഷിക്കാരനായ തന്റെ പിതാവിനെ കൊണ്ട് ഇതൊന്നും നടക്കില്ലെന്ന് അറിയാമായിരുന്ന മറിയം നന്നായി പഠിച്ചൊരു ജോലി വാങ്ങണമെന്ന ലക്ഷ്യത്തിലെത്തിച്ചേർന്നു. അങ്ങനെയാണ് BM കഴിഞ്ഞ മറിയം SMS ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തത്. എന്നാൽ ബയോഡേറ്റയിൽ നിന്ന് അവളുടെ ബ്ലഡ് ഗ്രൂപ്പ് O നെഗറ്റീവ് ആണെന്ന് മനസ്സിലാക്കിയ സഹീർ അവൾക്കുള്ള വല നേരത്തെ തന്നെ വിരിച്ചിരുന്നു. അതിനായി ആഡംബര ജീവിതത്തിൽ താല്പര്യമായിരുന്ന അവളെ അവൻ പ്രണയ നാടകത്തിൽ കുരുക്കി. അവന്റെ കപട സ്നേഹത്തിൽ വിശ്വസിച്ച അവൾ അവനെ വിവാഹം ചെയ്താൽ തനിക്ക് കിട്ടുന്ന സുഖസുന്ദരമായ ജീവിതത്തെക്കുറിച്ച് ഓർത്തതും അവൻ പറയുന്നതൊക്കെ ഒരു മടിയും കൂടാതെ ചെയ്യാൻ തുടങ്ങി. പക്ഷെ അവനെ പൂർണ്ണമായും വിശ്വസിച്ചിരുന്ന അവൾക്കവൻ അവൾ അറിയാതെ തന്നെ വീര്യം കൂടിയ ഡ്രഗ്സ് നൽകി പലർക്കും കാഴ്ച വെക്കുകയാണെന്ന സത്യം അവൾ അറിഞ്ഞിരുന്നില്ല. അതിൽ അവളെ ഉപയോഗിച്ച ആദ്യത്തെ ആളായിരുന്നു മന്ത്രി രാജേന്ദ്ര പ്രസാദ്. അവൾ പറഞ്ഞു നിർത്തിയതും ഹാളിനകം ഒരു നിമിഷം നിശബ്ദമായി. ഒരു അലർച്ചയുടെ രാജേന്ദ്ര പ്രസാദ് കയ്യിലെ റിമോട്ട് ടിവിയുടെ നേർക്ക് വലിച്ചെറിഞ്ഞു.